ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി രസമാണ്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ്. ബാച്ചിലേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രസം റെഡിയാക്കാൻ വേണ്ടി തക്കാളി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം തക്കാളിയുടെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വരകൾ ഇടണ്ട, 3-4 വരകൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തക്കാളിയുടെ തൊലി പെട്ടെന്ന് തന്നെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ രസത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു രസം ഞാൻ അപ്ലോഡ് ചെയ്തത്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിൽ തൊലിയൊന്ന് മാറ്റിയിട്ട് എടുത്ത് വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം. ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ, അതുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ളതാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിൽ തന്നെ ഇട്ട് ചേർത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, ആ ഒരു തക്കാളിയിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരണം. അതിലേക്ക് 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് റെഡിയായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ചൂട് കിട്ടി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടണം. ഒരു മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മിക്സിയിൽ തന്നെ ഒന്ന് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രസം ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഒന്നങ്ങ് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. അതുപോലെ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടുകയും ചെയ്യും. ഒരു വളരെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസം റെസിപ്പിയാണ്. രസം മിക്സും പാക്കറ്റും ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റിലൊക്കെ രസം റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.